ഡബ്ല്യുഡബ്ല്യുയിലെ ഇന്ത്യൻ താരമായിരുന്ന മുൻ ഡബ്ല്യുഡബ്ല്യു ചാമ്പ്യനുമൊക്കെ ആയിരുന്ന ജിന്ദർ മഹാൽ ഡബ്ല്യുഡബ്ല്യുയിലെ മികച്ച ചാമ്പ്യന്മാരിൽ ഒരാളായിരുന്നു എന്നുള്ളൊരു ചർച്ചയാണ് നിലവിൽ റെസ്ലിംഗ് ലോകത്ത് നടക്കുന്നത്. ഇപ്പോഴത്തെ അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യനായ കോഡി റോഡ്സിനെയും മുൻ അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യനായ റോമൻ റീൻസിനെയും വെച്ചിട്ടാണ് ജിന്ദർ മഹാലിൻ്റെ ഡബ്ല്യുഡബ്ല്യു ചാമ്പ്യൻഷിപ്പ് റണ്ണ് കമ്പയർ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ജിന്ദർ മഹാൽ 2017 ചാമ്പ്യൻ ആകുന്ന സമയത്ത് 25 ലക്ഷം വ്യൂവർഷിപ്പ് അമേരിക്കയിൽ സ്മാക്ഡൗൺ എപ്പിസോഡിന് ഉണ്ടായിരുന്നു. പിന്നീട് റോമൻ റീൻസിൻ്റെ കാലഘട്ടത്തിലേക്ക് വരികയാണെങ്കിൽ 23 ലക്ഷമായും 20 ലക്ഷമായിട്ടും അത് കുറയുന്നുണ്ട്. ഇപ്പോൾ കോഡി റോഡ്സിൻ്റെ കാലഘട്ടത്തിലേക്ക് വരികയാണെങ്കിൽ 19 ലക്ഷമായിട്ടും 16 ലക്ഷമായിട്ടും മാറുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വ്യത്യാസം വരുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത്. കോഡി റോഡ്സിനേക്കാളും റോമൻ റീൻസിനേക്കാളും മികച്ച ചാമ്പ്യൻ ആയിരുന്നു ജിന്ദർ മഹാൽ. ഇപ്പോൾ ടിക്കറ്റുകളെല്ലാം പെട്ടെന്ന് വിറ്റഴിഞ്ഞു പോകുന്ന ഒരു കാലമാണ് ഡബ്ല്യുഡബ്ല്യുയെ സംബന്ധിച്ച്. കമ്പനി വലിയ ഒരു പ്രോഫിറ്റിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോഴും ജിന്ദർ മഹാലിന് ലഭിച്ചിരുന്ന ആ ഒരു സ്മാക്ഡൗണിൻ്റെ വ്യൂവർഷിപ്പ് എന്തുകൊണ്ട് നിലവിലെ ചാമ്പ്യന്മാർക്ക് ലഭിക്കുന്നില്ല? ജിന്ദർ മഹാൽ ഇവരേക്കാൾ ടോപ്പാണോ എന്നുള്ളൊരു ചോദ്യമാണ് ലോകത്തുള്ളത്. നിങ്ങളുടെ അഭിപ്രായം